എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓൾ. Good evening. ഞാൻ ബിന്ദു കൊതേരി, ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലയിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മള് ഡ്രീംസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്കുകൾ ആരുടേതാണ്? എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാക്കുകൾ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ അതെന്തായിരുന്നു? ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥ സ്വപ്നം. വെരി ഗുഡ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നങ്ങൾ. നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? യെസ്, ഉണ്ട്. ഇപ്പൊ ഒരാള് ഞാൻ സ്വപ്നങ്ങളൊന്നും കാണാറില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ? അല്ല, അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താണ്? നമ്മളത് ചില സ്വപ്നങ്ങൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാകില്ല, അല്ലെ? ചിലത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് റെം സ്ലീപ്പില് നമ്മൾ കാണപ്പെടുന്ന സ്വപ്നങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ചിലതൊക്കെ. എന്നാൽ നോൺ റെം ഡീപ്പ് സ്ലീപ്പില് ഉള്ള സ്വപ്നങ്ങൾ, ഉണ്ടാകുന്ന സ്വപ്നങ്ങളൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ അത്ര ലെസ് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ മെമ്മറിക്ക് അത്രയ്ക്ക് ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ ഓർത്തെടുക്കാൻ പറ്റില്ല. ഇനി എന്താണ് സ്വപ്നം? നമ്മുടെ ഈ ഉറക്കത്തിനിടെ, പ്രത്യേകിച്ച് റെം സ്ലീപ്പില് ഉണ്ടാകുന്ന നമ്മുടെ വികാരങ്ങള്, ചിന്തകള്, അനുഭവങ്ങൾ, ഇവയുടെയൊക്കെ ഒരു മാനസിക അനുഭവങ്ങളാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്വപ്നങ്ങള് വെറും കാഴ്ചകളാണോ ഉറക്കത്തിലെ? അതിന്റെ പിന്നില് നമുക്ക് പറയാൻ നമ്മൾ പറയാതെ പോയിട്ടുള്ള കുറെ ഇമോഷൻസ്, വികാരങ്ങള്, അതുപോലെ നമ്മൾ മറന്നു വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മോട് മനസ്സ് പറയുന്നതാണ് ഈ സ്വപ്നങ്ങൾ, അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ. ഇപ്പോൾ ചില ആളുകള് റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, ചിലര് നമ്മള് സ്വപ്നത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലര് സ്വപ്നത്തിൽ ജീവിക്കുന്ന ആളുകള് അവര് സ്വപ്നം കാണുന്നതിലൂടെ അവർക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, അല്ലെ? അതുപോലെ ഈ റിയാലിറ്റിയിലുള്ള ആളുകൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. സത്യത്തില് ഇവര് രണ്ടുപേരും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. ആരാണ് ശരിക്കും വിജയിക്കുന്നത്? ഈ റിയാലിറ്റി, യാഥാർത്ഥ്യത്തിനും സ്വപ്നത്തിനും ഇടയ്ക്ക് ഒരു പാലം നിർമ്മിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്. ആ പാലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ട്രെയിനിങ് എടുക്കല്ലേ, ട്രെയിനേഴ്സ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? അത് നമ്മുടെ ഡ്രീം അല്ലേ? നിങ്ങളുടെയൊക്കെ ഡ്രീം അല്ലേ അത്? പറയൂ. നമ്മുടെ ഒക്കെ ഒരു ഡ്രീമാണ്. അപ്പൊ നമ്മള് ആ പാലത്തിലേക്ക് എത്താൻ, നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ ആ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പം യു ആർ യുവർ ഡ്രീംസ്, അല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തകളായിട്ട് മാറും. ചിന്തകൾ എന്തായിട്ട് മാറും? വാക്കുകളായിട്ട് വരും. വെരി ഗുഡ്. പ്രവൃത്തികളായിട്ട് മാറും. ഈ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്, അല്ലേ? അതെ. ഇപ്പൊ അതുപോലെ ഇപ്പൊ ലീഡർ ആണോ ഡ്രീമർ ആണോ? ആരാണ് വലുത്? ഡ്രീമർ. വെരി ഗുഡ്, ഡ്രീമർ. കാരണം എന്താണ്? ഒരു ഡ്രീമർ ആണ് ഒരു ലീഡർക്ക് എന്തെല്ലാം കൊടുക്കുന്നത്? ധൈര്യം കൊടുക്കുന്നത്, പിന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ ഒരു പർപ്പസ് കൊടുക്കുന്നത്. ഇത് മൂന്നും കിട്ടുമ്പോഴാണ് ആ ലീഡർ അവിടെ സക്സസ് ആവുന്നത്. അപ്പൊ ഡ്രീമർ ആണ് അതിൽ വലുത്. APJ അബ്ദുൽ കലാം സാർ ഒരു ഡ്രീമറാണ്. അടുത്തത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഫൗസിയ വായിക്കണോ?
ആ At the end of the training session, all participants will be able to tell 3 points about types of dreams. താങ്ക് യു. Wow. വൈ ഡു വി ഡ്രീം? നാം എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? ഇപ്പൊ നാം സ്വപ്നം കാണുന്നത് നമ്മുടെ ബ്രെയിൻ ഉറക്കത്തിനിടയില് വികാരങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ക്രമപ്പെടുത്തുന്നുണ്ട്, അതുപോലെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ക്രമപ്പെടുത്തുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നതിനാലാണ് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഷയാണ്. ഇപ്പം എല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലെ? ഇപ്പൊ ഒരു ദിവസം നമ്മൾ അനുഭവിച്ച സമ്മർദ്ദം, പേടി, ദുഃഖം ഇവയൊക്കെ മനസ്സ് രാത്രിയില് നമ്മുടെ സ്വപ്നങ്ങളിലൂടെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻ റെഗുലേഷൻ ആണ് അതിലൂടെ നടക്കുന്നത്. അതുപോലെ ഈ സ്വപ്നങ്ങൾ നമുക്ക് ലേണിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെമ്മറി കൺസോളിഡേഷൻ, നമ്മുടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ആ കാര്യങ്ങളെ മാറ്റുന്നതിന് സഹായിക്കുന്നതും സ്വപ്നങ്ങളാണ്. അതുപോലെ നമുക്ക് പ്രശ്ന പരിഹാരത്തിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തത് വിവിധ തരം സ്വപ്നങ്ങൾ. അതിൽ ഒന്നാമത്തെയാണ് നൈറ്റ്മെയർസ്. എന്താണ് നൈറ്റ്മെയർസ്? ഭീകരമായിട്ടുള്ള, ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ. ആരെങ്കിലും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? ഫീലിങ്സ്. അത് ശരിക്കും നടക്കുന്ന കാര്യമാണ് തോന്നുന്നു. ആ അത് പിന്നെ എന്താ അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അയ്യോ ഭയങ്കര പേടി അല്ലേ? അതെ, പേടി. നമ്മള് ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ? പിന്നെ ഹൃദയമിടിപ്പ് കൂടും. പെട്ടെന്ന് നമ്മൾ ഉണർന്ന് നമ്മുടെ ശരീരമൊക്കെ വിയർക്കാനൊക്കെ തുടങ്ങും. ദാഹം ഉണ്ടായിരിക്കും. അതെ, അതൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളിൽ പലർക്കും ഉറക്കത്തിനിടയിലെ ഭയം, പേടിയൊക്കെ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങള്, അതിനെയാണ് നമ്മുടെ നൈറ്റ്മെയർ ഡ്രീംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക, അതുപോലെ സ്ട്രെസ്, നമുക്ക് ട്രോമ ഉണ്ടാകുന്ന, കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ട്രോമ, അതുപോലെ നമ്മൾ ഹൊറർ ഫിലിംസ് കണ്ടിട്ട്, ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഹൊറർ ഫിലിംസ് കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങും, പിന്നെ രാത്രിയിൽ നമുക്ക് സ്വപ്നങ്ങൾ. എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ലാസ്റ്റ് വല്ല കുഴിയിലൊക്കെ പോയിട്ട് വിടും നമ്മള്. അതന്നെ. ഞാൻ സത്യത്തിൽ ഇപ്പൊ രാത്രിയിൽ ഹൊറർ ഫിലിം കാണാറില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി എന്തെങ്കിലും ഓർക്കത്ത് കാണണം. അപ്പൊ അതൊക്കെ നമുക്ക് ഈ നൈറ്റ്മെയർ ഡ്രീംസിന് കാരണമാകുന്നുണ്ട്. ഇപ്പോ ഉറക്കത്തിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സ്വപ്നമാണെന്ന് കരുതാം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ഹാർട്ട് ബീറ്റ് കൂടും, പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണരും. അപ്പൊ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കലി അതൊരു കൺട്രോള് നഷ്ടപ്പെടുന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോ നമുക്ക് സ്വപ്നത്തില് നല്ല ഒച്ചത്തിൽ വായ തുറക്കാൻ കഴിയില്ല, അതുപോലെ ശബ്ദം വരില്ല. അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആരെയും വിളിക്കാനും പറ്റില്ല. നമ്മള് സ്വപ്നത്തിൽ ഇങ്ങനെ ഉറക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒച്ച പുറത്തേക്ക് വരില്ല. ഉറക്കം കിട്ടുമ്പോഴും നമ്മൾ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോ ഒച്ച പുറത്തേക്ക് വന്നിട്ട് അടുത്ത് കിടക്കുന്നവരെ മിണ്ടാതിരിക്കും എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. തട്ടിത്തരുമെന്ന്. അപ്പൊ അത് നമ്മുടെ ഈ സപ്രസ്ഡ് ഇമോഷൻസ്, അതൊക്കെയാണ് അതിന്റെ റീസൺ. സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം നമ്മളില് സപ്രസ് ചെയ്യപ്പെട്ട നമ്മുടെ ഇമോഷൻസിന്റെ ഭാഗമായിട്ട് നമുക്കത് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നതാണ്. ചിലര് മരിക്കുന്നത് നമ്മൾ സ്വപ്നം കാണാറുണ്ട് അല്ലെ? അത് കണ്ടിട്ട് നമ്മൾ ഒക്കെ കരയാറുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവര്, പ്രിയപ്പെട്ടവര്. അപ്പോ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ളിലുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണത് വരുന്നത്. അടുത്തത് റിക്കറിംഗ് ഡ്രീംസ്. ഇത് പേര് പോലെ തന്നെ ആവർത്തിച്ച് വരുന്ന സ്വപ്നങ്ങളാണ്. വീണ്ടും വീണ്ടും കാണുന്നത് ഈ സ്വപ്നങ്ങൾ. ഒരേ സ്ഥലം, ഒരേ ആളുകള്, അതേ പേടി, ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ.
അപ്പൊ ഇതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത് പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക, അതുപോലെ നമ്മൾ അടക്കി വെച്ച ഒരു വികാരങ്ങള്, സംഘർഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്സാം എഴുതുന്നതിന് നമ്മളിങ്ങനെ എക്സാം എഴുതുന്നത് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതില് നമുക്ക് ആദ്യം നമ്മൾ കാണുന്നു എക്സാമിന് പോകുമ്പോൾ എത്താൻ വൈകുന്നു, പിന്നെ നമ്മൾ എക്സാമിന്റെ ഹാള് കാണുന്നില്ല, പിന്നെ നമുക്ക് പേപ്പർ കിട്ടിയാൽ എഴുതാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെയൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ യെസ് മാഡം, അതിന്റെ ഒരു പിന്നിലെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഐ എം നോട്ട് പ്രിപ്പയർഡ് എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടായിരിക്കും അല്ലെ. അതല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി നമ്മുടെ ഉള്ളിലുള്ളതിന്റെ ഭാഗമായിട്ട് നമുക്കത് തോന്നാം. അപ്പൊ ഞാൻ പേടിച്ചു. എനിക്ക് ഈ ഒരു പേടി ഉണ്ടായിരുന്നില്ല, കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ. അപ്പൊ എനിക്ക് സംഭവം ആൻസൈറ്റി ഇല്ലായിട്ടല്ലേ പരീക്ഷയ്ക്ക് പേടി വരാത്തത്. അപ്പൊ അത് പിന്നെ നമ്മള് സ്വപ്നത്തിൽ പുസ്തകം തുറക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ വായിക്കാൻ തുടങ്ങുമ്പം വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആർക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാന് ഓ, അതിന്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടായിരിക്കും അല്ലെ? തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഒരുപാട് മെന്റൽ നമുക്ക് ഓവർലോഡ് ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാം. അടുത്തത് ലൂസിഡ് ഡ്രീംസ്. ലൂസിഡ് ഡ്രീംസ് നമ്മുടെ ബോധപൂർവമുള്ള സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ ഈ സ്വപ്നത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സ്വപ്നം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, ഇത് സ്വപ്നമാണെന്ന് അറിയുന്ന ഒരു അവസ്ഥയാണത്. അപ്പൊ ഈ സ്വപ്നത്തിനുള്ളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. ഇതെല്ലാം സംഭവിക്കുന്നത് റെം സ്ലീപ്പിലാണ്. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പൊ വീഴാണ്, താഴത്തേക്ക് വീഴുന്ന ഒരു സ്വപ്നം കാണാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീഴാണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുമ്പം തന്നെ അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? നമുക്ക് അതിന് പകരം നമ്മൾ പൊന്തി പറന്നു പോകുന്ന പോലെ നമുക്ക് തോന്നാം. അപ്പൊ നമ്മൾ വീഴാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ നമുക്ക് ഇത് സ്വപ്നത്തില് നമുക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് സ്വപ്നമാണ് എന്നുള്ള ഒരു ഫീലിങ്സ് വരുമ്പോ നമുക്കതിനെ മാറ്റം വരുത്തിക്കൂടെ? പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇങ്ങനത്തെ ഡ്രീംസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൂസിഡ് ഡ്രീംസ്. ഇത് എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ഇത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ അതിലൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അല്ലെ? നമ്മൾ ബോധവാന്മാരാകുമ്പോൾ നമുക്ക് ആ ഭയത്തിനെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഇന്ന് എന്തൊക്കെ നമ്മൾ പഠിച്ചു? സ്വപ്നത്തിൽ എത്ര സ്വപ്നങ്ങളെ കുറിച്ചാണ് പഠിച്ചത്? 3. ഒന്ന് ജോസ് സാർ പറയാവോ? ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നില്ല, കറണ്ട് പോയതുകൊണ്ട്. നൈറ്റ് മെയർ ആയിരുന്നു ഒന്ന്. വെരി ഗുഡ്. അടുത്തത് മനമ പറയാവോ? റെക്കറിംഗ് ഡ്രീംസ്. അടുത്തത് ലൂസിഡ് ഡ്രീംസ്. ഈ 3 ഡ്രീംസിനെയും നമ്മള് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? താങ്ക് യു.